അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു വൈ ഫിറ്റ്നസ്. ാണ് സംസാരിക്കുന്നത്. അപ്പൊ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിരുന്ന ഒരു കാര്യമാണ്, എങ്ങനെയാണ് ഫസ്റ്റ് പുള്ളപ്പിലേക്ക് എത്തുക? പുള്ളപ്പ് എനിക്കറിയാം എല്ലാവർക്കും ചെയ്യാൻ താല്പര്യമുള്ള ഒരു എക്സസൈസ് ആണ്. മാത്രമല്ല നല്ല അപ്പർ ബോഡി സ്ട്രെങ്ത് ഒക്കെ ബിൽഡ് ചെയ്യാനും അത് ചെയ്യണമെങ്കിലും നല്ല അപ്പർ ബോഡി സ്ട്രെങ്ത് വേണം. അപ്പോൾ പുള്ളപ്പിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഗോൾഡൻ ടിപ്പ് എന്ന് പറയുന്ന അത് ഞാൻ ലാസ്റ്റ് പറയാം. ഫസ്റ്റ് നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം. അപ്പൊ ആദ്യത്തെ എന്ന് പറയുന്നത് ഡെഡ് ഹാങ്. ഡെഡ് ഹാങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചുമ്മാ തൂട്ടുക. അപ്പൊ ഇതുകൊണ്ട് ഇത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഇതിന്റെ ഒരു ബേസ് ബിൽഡാന്ന് മാത്രമല്ല, വേറെയും ചില ഗുണങ്ങളും. അതായത് ഒന്ന് സിമ്പിളായിട്ട് നിങ്ങൾ ഓർക്കുക, അതായത് നിങ്ങൾ പുള്ളപ്പ് അടിക്കാൻ ഒരു 10-30 സെക്കൻഡ് എടുക്കുമെന്ന് എടുക്കുക. അത്രയും 30 സെക്കൻഡ് നിങ്ങൾക്ക് തൂങ്ങിക്കിടക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ ഫുൾ ബോഡി വെയിറ്റ് ഇങ്ങനെ മുകളിലേക്ക് വലിക്കുന്നത്? ഡെഡ് ഹാങ് ചെയ്യുന്നതുകൊണ്ട് മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്പൈൻ, അതായത് നമ്മുടെ നട്ടല് നടു മാത്രമല്ല അല്ല കേട്ടോ, ഈ കഴുത്ത് തൊട്ട് ഇവിടം വരെയാണ്. അപ്പം ആ സ്പൈൻ നമ്മൾ ഇരിക്കുകയോ ഉറങ്ങുകയോ നിൽക്കുകയോ എന്ത് ചെയ്യുമ്പോഴും അതിലെ വെർട്ടിബ്രേസ്, അതായത് കശേരുക്കൾ തമ്മിൽ അമങ്ങുന്നുണ്ട്. അപ്പം അതാണ് അതിൻ്റെ ഇടയിൽ വരുന്നതാണ് നമ്മുടെ നടുവിൻ്റെ ഡിസ്ക് എന്ന് പറയുന്നത്. അപ്പം എപ്പോഴും ആ ഡിസ്കിൽ കോഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനെ ആ അമങ്ങുന്നതിനെയാണ് നമ്മൾ സ്പൈൻ കംപ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നമ്മുടെ സ്പൈനിനെ ഡീകംപ്രസ് ചെയ്യുന്ന ഒരേ ഒരു എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഡെഡ് ഹാങ് ആണ്. അപ്പം ഒന്ന് നമുക്ക് ആ ബേസ് ബിൽഡ് ചെയ്യാനും, രണ്ട് നമ്മുടെ സ്പൈൻ ഹെൽത്തിനും വളരെ നല്ലൊരു എക്സസൈസ് ആണ് ഈ ഡെഡ് ഹാങ്. അപ്പോൾ ഈ ഡെഡ് ഹാങ് നിങ്ങളൊരു മിനിമം ഒരു 30 സെക്കൻഡോ 1 മിനിറ്റോ തൂങ്ങിക്കിടക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്തയിലേക്ക് കയറാം. അപ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമെന്നിരിക്കട്ടെ. ഇനി അടുത്തായിട്ട് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യാൻ പോകുന്നൊരു സാധനമാണ് ഈ ജിംനാസ്റ്റിക് റിഗ്. ഇനി അഥവാ ഇതില്ല എന്നിരിക്കട്ടെ, നിങ്ങൾക്ക് ഒരു സ്മിത്ത് മെഷീൻ ആണെങ്കിലും ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവേർട്ടഡ് റോ എന്ന് പറഞ്ഞൊരു എക്സസൈസ്. ഇത് നമ്മുടെ പുള്ളപ്പിൻ്റെ ഒരു റിഗ്രഷൻ ആയിട്ട് കൂട്ടിയാണ്. നിങ്ങളുടെ ഷോൾഡർ ഹൈറ്റോ അല്ല അതിൽ താഴേക്കോ എവിടെയാണെന്ന് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യും. താഴേക്ക് പോകുന്നതിനനുസരിച്ച് ഇത് പാടാകും, മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് എളുപ്പമാണ്. അപ്പോൾ നിങ്ങളിത് എന്ത് ചെയ്യുന്നു, ഇതിൽ പിടിച്ചിട്ട് നേരെ നിങ്ങളുടെ കാൽ ഇതിന് മുന്നിലേക്ക് കയറ്റി വെച്ച് നിങ്ങളുടെ ബോഡി സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചുകൊണ്ട് നിങ്ങൾ നേരെ തൂങ്ങിക്കിടക്കുക. ഇനി അവിടെ നിന്ന് നിങ്ങൾ പുള്ളപ്പ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളുടെ ബോഡിയെ മുകളിലേക്ക് വെച്ച് സ്ലോയിൽ തരാം. അതായത് നിങ്ങൾക്ക് ഡെഡ് ഹാങ് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞ് പതിയെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ ഇൻവേർട്ടഡ് ഡ്രോ ചെയ്തു. ആ ഇൻവേർട്ടഡ് ഡ്രോയുടെ ഡിഫിക്കൽട്ടി കൂട്ടുന്നത് അത് താഴ്ത്തി കൊണ്ടുപോകും. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾ താഴ്ന്നു, അതായത് ഇനി താഴോട്ട് പോയാൽ നിങ്ങൾ താഴെ കിടക്കും എന്നുള്ള സ്ഥിതിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്കിനി ജമ്പിങ് പുള്ളപ്പ് നെഗറ്റീവ്സ് നോക്കാവുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നെഗറ്റീവ്സ് എന്നുള്ള ടെക്നിക്ക് ഉപയോഗിച്ച്, നെഗറ്റീവ്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു മൂവ്മെൻറ്റിൻ്റെ ഈ സെൻട്രിക് കോൺസെൻട്രിക് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ നിങ്ങളെ കൺഫ്യൂസ് കേൾക്കാം. ഒരു ഭാഗം നിങ്ങൾ സ്ലോയിൽ ചെയ്യും, അത്ര എളുപ്പം. നിങ്ങൾ പുള്ളപ്പിനുള്ള ഒരു ഗ്രിപ്പ് എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് നേരെ ചാടും, എന്നിട്ട് സ്ലോവി താഴേക്ക് മൊത്തം വരുന്നു, വീണ്ടും ചവിട്ടുന്നു, വീണ്ടും ചാടുന്നു, സ്ലോയില്. ഇതിനെയാണ് ജമ്പിങ് പുള്ളപ്പ് നെഗറ്റീവ്സ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്കൊരു 10-15 റെപ്സ് ചെയ്യാൻ കഴിയും എന്നായി കഴിഞ്ഞാൽ ഇനി അടുത്തത് നിങ്ങൾക്കൊരു റെസിസ്റ്റൻസ് ബാൻഡ് ഞങ്ങളുടെ കുട്ടി പോയി, ഇനി പുതിയ ഓർഡർ ചെയ്തിട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ റെസിസ്റ്റൻസ് ബാൻഡ് ഇതിന് ചുറ്റിയിട്ട്, വലിയ റെസിസ്റ്റൻസ് ബാൻഡ് നല്ല ഹെവി ഡ്യൂട്ടി, അത്യാവശ്യം നല്ല ഒരു 55-60 കിലോ ആയിട്ട് എടുക്കാവുന്ന. അപ്പോൾ ആ റെസിസ്റ്റൻസ് ബാൻഡിൻ്റെ ഒരു അറ്റം താഴോട്ട് വെച്ചിട്ട് നിങ്ങൾ അതിലേക്ക് കാലിട്ട് നേരെ ഫുള്ളപ്പ് ചെയ്യാൻ. അപ്പോൾ നിങ്ങളെ കൊണ്ട് ഇത് 3 കഴിയുന്നില്ല. ഒരു 30 സെക്കൻഡ് ടു 1 മിനിറ്റിനടുത്ത് ഡെഡ് ഹാങ്, ഒരു 10-15 ഇൻവേർട്ടഡ് റോസ് ഏറ്റവും താഴത്തെ ഹൈറ്റിൽ, പിന്നെ ഈ ജമ്പിങ് പുള്ളപ്പ് നെഗറ്റീവ്സ് ഒരു അറൌണ്ട് 10-15 റെപ്സ്. ഇത്രയും ബേസിക്സ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കിനി പുള്ളപ്പ് അറ്റംപ്റ്റ് ചെയ്തോ. അപ്പോൾ പുള്ളപ്പ് നേരെ എപ്പോഴും ഡെഡ് ഹാങ്ങിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. പാടായിരിക്കും, മറ്റ് നിങ്ങൾ കയറി ജമ്പ് ചെയ്ത് ചെയ്യുന്ന പോലെ അല്ല ആയിരിക്കില്ല, ബട്ട് ട്രൈ ഇറ്റ്. എന്നിട്ട് ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ പോകത്തുള്ളതായിരിക്കും, സാരമില്ല, ശ്രമിച്ചു പോകും. അപ്പം ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ ബോണസ് ടിപ്പ്, അതായത് പുള്ളപ്പ് പഠിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് കൺസിസ്റ്റൻസിയാണ്. എനിക്ക് എൻ്റെ ഫസ്റ്റ് പുള്ളപ്പ് എടുക്കാനായിട്ട് 1 വർഷം ബേസ്. അതായത് ഇത് എളുപ്പമുള്ള കാര്യമല്ല, പക്ഷേ ശ്രമിച്ചാൽ എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യവുമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പക്ഷേ ചിലപ്പം 2 മാസമോ
1 വർഷമോ ഒക്കെ എടുത്തേക്കാം. പക്ഷെ ഒന്ന്, ഞാൻ വളരെ ഹെവി ആയിട്ടുള്ളൊരു വ്യക്തിയാണ്, എന്നെക്കാളും വെയിറ്റ് കുറഞ്ഞവർക്ക് അത് എളുപ്പമാണ്. സോ നിങ്ങളുടെ ഫിസിയോളജി അനുസരിച്ചിരിക്കും. നിങ്ങൾക്ക് വെയിറ്റ് കൂടുതലാണെങ്കിൽ ചിലപ്പം മറ്റുള്ളവരെക്കാൾ കൂടുതൽ സമയം പിടിച്ചേക്കാം. വെയിറ്റ് കുറഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാൾ എളുപ്പവും ഇത് ചെയ്യാൻ പറ്റിയേക്കാം. അതിനർത്ഥം ഇപ്പം നിങ്ങൾക്ക് കുറച്ച് സമയം കൂടുതലെടുത്തു എന്നതിൻ്റെ അർത്ഥം നിങ്ങളെക്കൊണ്ട് ചെയ്യാനേ പറ്റില്ല എന്നല്ല. അതുകൊണ്ട് കണ്ടതിനെ നോക്കി സ്വന്തം ആത്മവിശ്വാസം കളയാതെ സ്വയമേ പ്രയത്നിച്ച് സ്വന്തം കാര്യങ്ങൾ നേടിവിടാനാണ്. സി